കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പുതിയതായിട്ട് യൂട്യൂബിൽ വന്നിട്ടുള്ള എല്ലാ ക്രിയേറ്റേഴ്സും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മോണിറ്റൈസ് ആയിട്ടുള്ളവർ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നവരുമായിട്ടുള്ള ക്രിയേറ്റേഴ്സ് ഈ വീഡിയോ കാണണമെന്നില്ല, അവർക്കിത് സ്കിപ്പ് ചെയ്ത് പോകാം. ഈ മോണിറ്റൈസ് ആയ ചാനൽ 6 മാസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല, മോണിറ്റൈസേഷൻ കട്ടായി പോയി. അതുപോലെ നമ്മൾക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനോ സ്ട്രൈക്കോ റീയൂസ്ഡ് കണ്ടൻറ്റ് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല, എങ്കിലും മോണിറ്റൈസേഷൻ ഓഫായി പോകുന്നു. ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകുന്നത്, അങ്ങനെ ആയാൽ എന്തു ചെയ്യാൻ സാധിക്കും, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാ യൂട്യൂബേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അതേക്കുറിച്ച് അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങുക. ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവസാനം ലൈക്ക് ചെയ്യാൻ മറന്നിട്ട് വീഡിയോ നിർത്തിയിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മറക്കാതെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മളിനി വിഷയത്തിലോട്ട് കടക്കാം. എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു ചാനൽ മോണിറ്റൈസ് ആകാൻ വേണ്ട എന്താണ് ക്രൈറ്റീരിയ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ ഓർമ്മയുണ്ടാവും. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും. ഇതൊരു മന്ത്രം പോലെ എല്ലാവരുടെയും മനസ്സിൽ ഈ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് പ്രത്യേകിച്ചും. ചാനലിൽ വന്നിട്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിൻ്റെ സ്ട്രൈക്കോ ഏതെങ്കിലും യൂട്യൂബിൻ്റെ പോളിസി വയലേഷനോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ചാനൽ യൂട്യൂബ് ഏതൊക്കെ പോളിസിനെ കുറിച്ചിട്ട് പറയുന്നുവോ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂ. നമ്മൾ യൂട്യൂബിൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുമ്പോഴേക്കും യൂട്യൂബ് വന്നിട്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കും. ഒന്നാമതായിട്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കൊണ്ടോ എന്ന് നോക്കും. പിന്നെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള മെറ്റാ ഡാറ്റ, അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിരുന്നു മിസ്ലീഡിംഗ് ആയിട്ടുള്ള മെറ്റാ ഡാറ്റയെ പറ്റി. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ആ വീഡിയോ മറക്കാതെ ചെന്ന് കാണുക. അതുപോലെ റീയൂസ്ഡ് കണ്ടൻറ്റ്, ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾക്ക് മോണിറ്റൈസേഷൻ യൂട്യൂബ് തരുന്നത്. പക്ഷേ ഈ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാലോ നമ്മൾ അതിന് ശേഷമാണ് ഈ പോളിസി വയലേഷൻ ഒക്കെ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അതായത് റീയൂസ്ഡ് കണ്ടൻറ്റൊക്കെ കൊണ്ടിട്ടു, മിസ്ലീഡിംഗ് ആയിട്ടുള്ള മെറ്റാ ഡേറ്റ ഉപയോഗിച്ചു. ഇതുപോലെ യൂട്യൂബിലും ധാരാളം ഉപയോഗിക്കാറുള്ള കുറേ ടേംസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടേംസൊക്കെ അറിയാനായിട്ടാണ് ഞാൻ പല വീഡിയോസും അതിനെക്കുറിച്ചിട്ട് പറയുന്നത്. അതായത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള മെറ്റാ ഡാറ്റ, യൂട്യൂബിൻ്റെ ഇംപ്രഷൻസ്, അങ്ങനെ പല പല ടെക്നിക്കൽ യൂട്യൂബ് റെഗുലറായിട്ട് യൂസ് ചെയ്യാവുന്ന വാക്കുകൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഓർത്ത് വയ്ക്കുക, മറക്കാതെ. അങ്ങനെ വന്നിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ പിന്നീട് മോണിറ്റൈസേഷൻ ആയതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ യൂട്യൂബ് വന്നിട്ട് ഡിസേബിൾ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട. ഒരു കാലത്തും തിരിച്ച് മോണിറ്റൈസേഷൻ എനേബിൾ ആക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതായത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള മെറ്റാ ഡാറ്റ ആണെങ്കിലും റീയൂസ്ഡ് കണ്ടൻറ്റ് ആണെങ്കിലും നമ്മൾ ഏത് വീഡിയോയിലാണോ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കൃത്യമായിട്ടും ആ വീഡിയോ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളുടെ ചാനൽ നമ്മൾ തന്നെ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലെ വേറെയും എന്തെങ്കിലും റീയൂസ്ഡ് കണ്ടൻറ്റോ എന്തെങ്കിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോ ഇല്ല പോളിസി വയലേഷനെ കുറിച്ചിട്ട് എന്തെങ്കിലും കമ്മ്യൂണിറ്റി പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നന്നായിട്ട് പരിശോധിക്കുക. അല്ലാതെ ചുമ്മാ എടുത്തു ചാടി പിന്നെയും റീ അപ്ലൈ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, അതിന് വേണ്ട പരിഹാരം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കാതെ പോകും. അതായത് ഇപ്പോഴത്തെ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ റീയൂസ്ഡ് കണ്ടൻറ്റ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയാൽ ആദ്യം നമുക്ക് അപ്പീൽ ചെയ്യാം. അപ്പീൽ ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വളരെ തീർച്ചയുള്ളൊരു കാര്യമാണ്, നമ്മൾ യാതൊരു റീയൂസ്ഡും നമ്മളുടെ ചാനലിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമ്മൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ അപ്പീൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് അത് പരിഗണിച്ചിട്ട് അത് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നമ്മളുടെ മോണിറ്റൈസേഷൻ യൂട്യൂബ് തിരിച്ചു തരും. അതല്ല നമ്മൾ റീയൂസ്ഡ് കണ്ടൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ
അതിന് 90 ദിവസത്തെ ഒരു കാലാവധി യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് നമ്മളുടെ YT സ്റ്റുഡിയോയിലെ പേജിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും തിരിച്ച് നമ്മൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ തിരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം റീയൂസ്ഡ് വന്നിട്ടുള്ള വീഡിയോസൊക്കെ റിമൂവ് ചെയ്ത് കളയും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ റീയൂസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് റിമൂവ് ചെയ്യുമ്പോഴേക്കും അതിനോടൊപ്പം കിട്ടിയ വാച്ച് അവേഴ്സൊക്കെ നമ്മൾക്ക് നഷ്ടപ്പെടും. അങ്ങനെ ആ 4000 വാച്ച് അവേഴ്സ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ താഴോട്ട് ഇറങ്ങി വരും. നമ്മൾ മോണിറ്റൈസേഷന് പിന്നെയും അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യം ക്രൈറ്റീരിയ 4000 വാച്ച് അവേഴ്സും 1000 സബ്ബും കൃത്യമായിട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് അപ്ലൈ ചെയ്താൽ മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ 90 ദിവസം കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ നോക്കി ആ തെറ്റുകുറ്റങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെയും നമ്മൾ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ തിരിച്ചും എനേബിൾ ആകും. അപ്പോൾ ഈ ഒരു റീസണാണ് പ്രധാനമായിട്ടും മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലിന് മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാനുള്ള ഒരു കാരണം. ഇനി അടുത്തത് വന്നിട്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ഇപ്പോഴും പറഞ്ഞു, 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും. ഇതുകൊണ്ട് എന്താണ് യൂട്യൂബ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ 365 ദിവസങ്ങൾ ചാനൽ മോണിറ്റൈസ് ആയിട്ട് എത്രയും കാലം നമ്മൾ ചാനലുമായിട്ട് മുന്നോട്ട് പോയോ അതിൽ നിന്നും ലാസ്റ്റ് 365 ഡേയ്സ് എടുത്ത് നോക്കുമ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ ചാനലിന് മോണിറ്റൈസേഷൻ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ പലരും എന്താ കരുതുന്നതെന്ന് വെച്ചാൽ, ഒരിക്കലും മോണിറ്റൈസ് ആയി കിട്ടിയവർ ജീവിതകാലം മൊത്തം തന്നെ അത് അതുപോലെ നിലനിൽക്കും മോണിറ്റൈസേഷൻ എന്ന് കരുതുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഒരു ചാനൽ ഉണ്ടെന്നിരിക്കട്ടെ, കുറേ കാലം നിങ്ങൾ ഒരു 6 മാസമൊക്കെ അതിൽ ഒന്നും ലൈവായിട്ടില്ല, ഒന്നും അപ്ലോഡ് ചെയ്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, ആ കിട്ടിയിട്ടുള്ള വാച്ച് അവേഴ്സ് നമ്മൾ ഇപ്പോഴത്തെ ഇതിൽ നിന്ന് 365 ദിവസം പിറകോട്ട് പോകുമ്പോഴേക്കും വാച്ച് അവേഴ്സ് ഒരുപാട് നഷ്ടമായി കാണും. അപ്പോഴേക്കും വാച്ച് അവേഴ്സ് കുറയുമ്പോഴേക്കും നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഓഫ് ആകും. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ചാനലുള്ളവർ അവരുടെ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നടുക്ക് വിട്ടിട്ട് കുറേ ദിവസം ഈ കണ്ടൻറ്റൊക്കെ ചെയ്യാതെ ചാനൽ ശ്രദ്ധിക്കാതെ വിട്ടു പോയാൽ പിന്നെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പോകും, റീച്ച് വളരെ കുറയും. കിട്ടിയിട്ടുള്ള റീച്ചൊക്കെ കുറയുമ്പോഴേക്കും നമ്മൾക്ക് അത് പിന്നീട് മുകളിലോട്ട് കയറ്റിക്കൊണ്ട് വരാനായിട്ട് വളരെ കഷ്ടമാണ്. അതാണ് ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കണം എന്ന് എപ്പോഴും പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാതെ രക്ഷപ്പെട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാം. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടുമൊക്കെയാണ് ഒരു ചാനൽ മോണിറ്റൈസ് ആകുന്നതിൻ്റെ പാട് എല്ലാവർക്കും അറിയാം, ഞാൻ പറയാതെ തന്നെ. അങ്ങനെ വന്നതിന് ശേഷം നമ്മൾക്ക് മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോയാലും തിരിച്ച് എനേബിൾ ആക്കുന്നതിൻ്റെ കഷ്ടം വന്നിട്ട് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും കഷ്ടമായിരിക്കും അത് പിന്നീട് ചെയ്യുക എന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ നല്ലവണ്ണം ഓർമ്മിക്കുക. കണ്ടൻറ്റ് ഇതിൻ്റെ മുമ്പ് പല വീഡിയോസിലും ഞാൻ ഇതിനെക്കുറിച്ചുള്ള ധാരാളം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് പഴയ വീഡിയോസ് പോയി കണ്ടാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ്. കാരണം കാര്യങ്ങളൊക്കെ അറിയാതെ ഞാൻ പലപ്പോഴും ഇപ്പോഴും അനലിറ്റിക്സിൽ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ആവറേജ് ആയിട്ടൊരു ഈ 8 മിനിറ്റും 10 മിനിറ്റിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഒരു 4 മിനിറ്റൊക്കെ ഉള്ളൂ പലരും ആവറേജ് ആയിട്ട് കാണുന്നത്. അതിൻ്റെ മുഴുവനും കാണാനുള്ള അതായത് പല തിരക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുമെങ്കിലും ഭാവിയിൽ ഇപ്പോൾ നമ്മൾ ഈ യൂട്യൂബർ പ്രധാനമായിട്ടുള്ളൊരു വർക്കായിട്ട് എടുക്കുന്നവർ പുതിയ ക്രിയേറ്റേഴ്സൊക്കെ ഇതൊന്നും അറിയാതെ മുമ്പോട്ട് പോയിട്ട് ഭാവിയിൽ ഒരു കാലത്ത് പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ഇങ്ങനെ ഒരു പ്രശ്നം വന്നു എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് യാതൊരു വിധത്തിലും രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പുതിയതായിട്ട് വരുന്നവരൊക്കെ ഈ പഴയ ഞാൻ ചാനൽ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ എൻ്റെ തന്നെ അനുഭവങ്ങളിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത്. അത് കാണാത്തവരൊന്നും കൂടെ പോയി കാണുക. അപ്പോൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. എന്നും രാവിലെ ഞാൻ 9 മണിക്ക് ഇതുപോലെ വീഡിയോസുമായിട്ട് വരാറുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ധാരാളം എനിക്ക് ഫാമിലി മെമ്പേഴ്സ് ഉള്ളവർ ഇപ്പോൾ തന്നെ നന്നായിട്ട് അവർ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾക്കിവിടെ അവസാനിക്കാം. അടുത്ത വീഡിയോ വന്നിട്ട് ഞാൻ അടുത്ത ദിവസം 9 മണിക്ക് രാവിലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നും ഈവനിങ്ങിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ലൈവ് സെക്ഷൻ ഉണ്ട്. അതിൽ നിർബന്ധമല്ല, ജസ്റ്റ് നിങ്ങളെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അറിയാൻ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ഏതാണ്ട് ഒരു 6:10 6:15 തൊട്ടിട്ട് ഒരു അരമണിക്കൂർ 6:45 7 വരെ 1/4 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ലൈവ് എന്നും ഉണ്ട്. ഈ ചാനലിൽ നിന്നും കാണാൻ സൗകര്യമുള്ളവർ വന്ന് ജോയിൻ ചെയ്യുക. ഇന്നത്തേക്ക് നമ്മൾക്ക്
ഇവിടെ നിർത്തുക. അടുത്ത ദിവസം ഞാൻ അടുത്ത പുതിയതായി വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.